വെൽക്കം ടു ലിയ ലവ്ലീസ് കിച്ചൺ. ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഫുഡാണ്. അതിൻ്റെ പേരാണ് കുമ്പിൾ കോക്കനട്ട് സ്വീറ്റ്സ്. ഇത് ഒരു ഹെൽത്തി ഫുഡാണ്. ഇതിലടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഹെൽത്തിയാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫുഡ് കൂടിയാണ് ഇത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. അരമുറി തേങ്ങ ചിരണ്ടിയത്, 2 കപ്പ് ശർക്കര ഉരുക്കി അരിച്ചൊഴിച്ചത്, 3 ടേബിൾ സ്പൂൺ എള്ള്, ഒരു ചെറിയ കഷ്ണം ചുക്ക്, 6 ഏലക്ക, അരിപ്പൊടി ആവശ്യത്തിന്. അടുത്തത് അച്ച്. ഇത് നമുക്ക് എല്ലാ ഷോപ്പിൽ നിന്നും ലഭ്യമാണ്. അടുത്തതായി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ പാൻ എടുത്ത് വെക്കുക. 2 കപ്പ് ശർക്കര ഉരുക്കിയത് ഒഴിക്കുക. ഫ്ലെയിം നല്ല കൂട്ടി വെക്കുക. ഇത് നന്നായിട്ട് തിളച്ച് പൊങ്ങണ വരെ വെയിറ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന പോലെ തിളച്ചു പൊങ്ങുമ്പോൾ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നന്നായിട്ട് ഇളക്കണം. ഇളക്കി ശർക്കരയുടെ വെള്ളമൊക്കെ പറ്റണ വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അടുത്തതായി ഇതിലേക്ക് എള്ളു ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇളക്കുക. ചുക്കും ഏലക്കയും നന്നായി പൊടിച്ച് ഒരു പാത്രത്തിലാക്കി വെക്കുക. ഈ പൊടി തേങ്ങ വിളയിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഈ കൂട്ട് സ്റ്റവിൽ നിന്ന് ഇറക്കി താഴെ വെക്കുക. ഒരു ഭാഗം റെഡിയായി. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. 1/4 കിലോ അരിപ്പൊടിയിലേക്ക് തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. 1/4 കിലോ അരിപ്പൊടിയിൽ 20-25 സ്വീറ്റ്സ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് എത്ര സ്വീറ്റ്സ് ഉണ്ടാക്കണം അത്രയും അരിപ്പൊടി എടുത്ത് നിങ്ങൾ ഉണ്ടാക്കുക. ഈ വീഡിയോ കാണാൻ മാതിരി നന്നായിട്ട് ഇടിയപ്പത്തിന് കുഴക്കണ മാതിരി കുഴക്കണം. നന്നായി കുഴച്ച് ഒരു വലിയ ഉണ്ടയായി വെക്കുക. അതിനുശേഷം അച്ചെടുത്ത് അതിൽ കുറച്ച് എണ്ണ തേക്കുക. വീഡിയോ കാണുന്ന മാതിരി അച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊടി നിറക്കുക. നിറച്ച ശേഷം കൈവച്ച് നല്ല പ്രസ് ചെയ്യുക. പിന്നെയും കുറച്ച് പൊടി ഇട്ട് നന്നായി പ്രസ് ചെയ്ത് ഒരു ദ്വാരം വരണ മാതിരി നടുക്കൊരു ദ്വാരം വേണം. അതേമാതിരി പ്രസ് ചെയ്ത് ആക്കിയിട്ട് നന്നായിട്ട് പിന്നെയും കുറച്ച് പൊടി ഇടുക. പിന്നെയും പ്രസ് ചെയ്യുക. പൊടി പ്രസ് ചെയ്ത് പൊങ്ങണ ലാസ്റ്റ് മേലെ ഭാഗം കുറച്ച് പൊങ്ങിയിരിക്കണം. പ്രസ് ചെയ്ത് നല്ല ഒരു ദ്വാരം നടുക്ക് വരണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അച്ചിൽ തേങ്ങ നിറക്കുക. 20-25 സീഡ്സ് ഉണ്ടാക്കിയാലും തേങ്ങ വിളയിച്ചത് ബാക്കി വരും. ആ ബാക്കി വരണ തേങ്ങ വിളയിച്ചത് ഒരു പാത്രത്തിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അത് 1 മാസം വരെ കേടാകാതിരിക്കും. നമുക്ക് എന്ത് പലഹാരങ്ങൾ വേണമെങ്കിലും ഈ സാധനം വെച്ച് ഉണ്ടാക്കാം. പ്രസ് ചെയ്ത് ഇതിൻ്റെ മേലെ ഭാഗം പൊങ്ങി വരുമ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ പതുക്കെ കൈ മുക്കിയിട്ട് പതുക്കെ നമ്മളത് പിന്നെ ഒന്ന് നന്നായിട്ട് പതുക്കെ പ്രസ് ചെയ്യണം. പിന്നെ തികയാതെ പൊടി വരുമ്പോൾ നമ്മൾ പഴയ കുഴച്ച് വെച്ച പൊടിയിൽ നിന്ന് കുറച്ചും കൂടി എടുത്ത് നമുക്ക് അടക്കണം. നന്നായിട്ട് ബാക്കിൽ ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്യണം.
ലെവലായ ശേഷം ഈ അച്ചു തുറന്ന് അതിൽ നിന്ന് ഈ സീഡ്സ് പുറത്തെടുക്കുക. ഈ ഷേപ്പിൽ നമുക്ക് ഈ സീഡ്സ് കിട്ടും. ഇതേമാതിരി കുറേ സീഡ്സ് ഉണ്ടാക്കി ഒരു പാത്രത്തിൽ വെക്കും. വീഡിയോ കാണുമാതിരി ഈ സീഡ്സ് പാത്രത്തിൽ നിരത്തി വെക്കുക. അഞ്ച് മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് റെഡിയായോ എന്ന് നോക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ടേസ്റ്റി ആൻഡ് ഹെൽത്തി നമ്മുടെ കുമ്പിൾ കോക്കനട്ട് സീഡ്സ് റെഡി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.